അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇന്നത്തെ ഒരു ജമാലുദ്ദീൻ മുഹമ്മദ് പ്രവചിച്ചൊരു നിങ്ങൾ പറയണം. അതാണല്ലോ രസം. നിങ്ങൾ പറയണത് അല്ല കേൾക്കുമ്പോഴല്ലേ എനിക്ക് കൂടുതൽ പഠിക്കാൻ ജമാലുദ്ദീൻ പറ്റും. പറഞ്ഞതാ മുഹമ്മദ് പ്രവചിച്ച പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാന്നേ പ്രവാചകൻ. അല്ല, പ്രവചിച്ചത് കൈ നോക്കിയിട്ട് അതാണ് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞ അള്ളാഹു അയച്ച സൃഷ്ടാവായ ദൈവം മനുഷ്യരിലേക്ക് അയച്ച ദൂതൻ എന്നാണ് അതിനർത്ഥം. നിങ്ങൾ വിചാരിക്കുന്നത് വഴിവക്കിൽ ഇരുന്ന് കൈ നോക്കുന്ന ഭാവി പ്രവചിക്കുന്ന ആള് എന്ന രീതിയിലാണ് നിങ്ങൾ അതിനെ കാണുന്നത്. അത് തന്നെയാണ് നമുക്ക് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇങ്ങനെയൊക്കെ സുഹൃത്തെ പറയുന്നതിൽ എന്റെ നിങ്ങളുടെ സുഹൃത്തെ പുണ്യ രീതിയിൽ എങ്ങനെ പോണതിന് നമുക്ക് മൈക്കിൾ യാതൊരു ബ്രദറെ ഒരു പ്രശ്നമില്ല. സെക്കൻഡ് ജമാൽ ബ്രദറെ എങ്ങനെയാന്ന് പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിട്ട് ചോദിച്ചതാ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താന്ന്? ദൈവദൂതൻ എന്നാണ് ഉദ്ദേശിച്ചത്. അത് എവിടെന്നാ ബ്രദറിന് അത് മനസ്സിലായി? മദ്രസ പഠിച്ചതാണോ? അല്ല, ഞാൻ സ്വയം ഉണ്ടാക്കിയതാ. ആ അപ്പൊ ഓക്കെ, ഇപ്പൊ കറക്റ്റായി. ഇപ്പൊ കറക്റ്റ്. ജമാലുദ്ദീൻ ഈ ടോപ്പിക് കണ്ടായിരുന്നോ? വളർത്തുമകന്റെ ഭാര്യ നിക്കാഹ് ചെയ്യുന്ന ഉത്തമ മാതൃകയാണോ? അത് ഒന്ന് പറഞ്ഞുതരാമോ? വളർത്തുമകന്റെ ഭാര്യ അല്ലല്ലോ, ഒരാള് വിവാഹമോചനം ചെയ്ത സ്ത്രീയെ അല്ല വിവാഹം കഴിച്ചത് പ്രവാചകൻ. അല്ലാതെ വളർത്തുമകന്റെ ഭാര്യയെ പോയിട്ട് കല്യാണം കഴിച്ച് വലിച്ചു കൊണ്ടുവരല്ലോ ചെയ്തത്. അതിന്റെ ചരിത്രമൊക്കെ നേരെ പഠിക്കുക. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറയണതിന് ഇപ്പൊ പറയാലോ. കാരണം അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ആരെങ്കിലും ഈ ഗ്രന്ഥം എടുക്കണം. അതല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് ജമാൽ ഇസ്ലാം ബ്രദറെ ആ ചരിത്രം പ്രചരിപ്പിക്കണം. ഒന്ന് അതാണ് പറയാവോ? നിങ്ങളുടെ മെയിൻ ഉദ്ദേശം. ആ ചരിത്രം ഒന്ന് പറയാവോ? പുള്ളിയെ കൊണ്ട് ജമാൽ ബ്രദറെ ചരിത്രം ഒന്ന് പറഞ്ഞതാ. ഇവർക്കൊന്നും അറിയത്തില്ല. ഇവർ ചുമ്മാതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നവരാ. ആ ചരിത്രം ഒന്ന് സൂറ 33-37 എടുത്തിട്ടൊന്ന് വായിച്ചേ. പിന്നെ ഈവന്മാർ ചുമ്മാ ആർക്കും ഒന്നും അറിയാത്തവർ ചുമ്മാ പറയുന്നതല്ലേ. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങളൊന്ന് വായിച്ചേ. സൂറ 33 അതിൻ്റെ 37 എടുത്തിട്ട് വളർത്തുപുത്രനൊന്നും അല്ലായിരുന്നു. പുള്ളിക്ക് തോന്നിയ ആസക്തിയിൽ തെറ്റൊന്നും പറയാൻ ആർക്കും കരയത്തില്ല. അൽ തബരി വോള്യം 8 പേജ് നമ്പർ 4 അന്ന് വായിച്ചേ. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് എന്താണ് പറയട്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല പറയട്ടെ. സഹോദര. ഒന്ന് നിക്ക്. പോയിന്റിലേക്ക് വരൂ. ചാടണ്ട. എൻ്റെ അല്ല, ഈ ധൃതി കൂട്ടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. സഹോദര, എൻ്റെ പോയിന്റ് സൂറ 33-37 ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. അത് വളർത്തുപുത്രനാണോ അതോ വേറെ ആരെങ്കിലും ആണോ? ഒന്ന് വായിച്ചേ. ഞാൻ വളർത്തുപുത്രനല്ല എന്നല്ല പറഞ്ഞത്. എന്തോ വളർത്തുപുത്രന്റെ ഭാര്യനെ പ്രവാചകനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വേറൊരാളുടെ ഭാര്യ കുറച്ചു നേരം വിവാഹം മുൻപേ കഴിക്കുന്നത് താങ്കൾ എന്താ എങ്ങനെയാണ്? പറഞ്ഞത്? അത് ഇസ്ലാമിൽ പറയുന്ന കാര്യമല്ലല്ലോ. കുറച്ചു ഇസ്ലാമിൽ അത് നേരം മുൻപേ ഹറാമല്ലേ. താങ്കൾ എന്താ പറഞ്ഞത്? മറ്റൊരാളുടെ ഭാര്യ വിവാഹം കുറച്ചു കഴിക്കരുത് നേരം എന്നാണല്ലോ ഇസ്ലാം മുൻപേ താങ്കൾ പഠിപ്പിക്കുന്നത്. എന്താണ് പറഞ്ഞത്? വളർത്തുമകന്റെ ഭാര്യ അല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തും പറയാലോ. നിങ്ങൾക്ക് പറയുന്നതിന് നാവിനൊരു സത്യസന്ധത അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഏതോ എന്തും പറയാം. ഒരു നിങ്ങളുടെ ഉദ്ദേശം മൂവിയുടെ എന്താണെന്ന് എവിടെയെങ്കിലൊക്കെ എല്ലാവർക്കും ഒന്ന് ഒരു അറിയുന്നതാണ്. നിർത്തേണ്ട മൂവിയുടെ ജമാലുദ്ദീനെ. ഒരു ഇന്ന് മൂവിയുടെ ആദ്യമായിട്ടല്ലല്ലോ. ഡയലോഗ് എനിക്ക് ഓർമ്മ വരികയാണ്. പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. ഒരു മൂവിയുടെ ഡയലോഗ്, അതിനകത്തെ ഒരു വിദേശത്ത് പോയി താമസിക്കുന്ന ഒരു അച്ചായനും അച്ചായത്തിയും ഉണ്ട്. പുള്ളിക്കാരൻ അവർ കുറച്ച് സ്ഥലമൊക്കെ ഭൂമി മേടിച്ചിട്ട് അത് പെണ്ണുപിള്ളയുടെ വൈഫിൻ്റെ സഹോദരനെ ഏൽപ്പിച്ചു. ഇതൊന്നും അറിയാതെ ഭർത്താവ് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പുള്ളിയുടെ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചു. ഇവർ രണ്ടുപേരും കൂടെ കേരളത്തിൽ ആയിരുന്നപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായി. മനസ്സിലായോ? ഈ വിഷയം ഒന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഭർത്താവ് 2 പ്രാവശ്യം ആൾക്കാരുടെ പേര് മാറ്റി മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനകത്ത് ഒത്തുതീർപ്പാക്കാൻ വന്നത് ഒരു പൊളിറ്റീഷ്യനാണ്, ഒരു നേതാവാണ്. നേതാവാണ്. ലാസ്റ്റിൽ പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് പുള്ളി ഫോണിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതെനിക്ക് പറയാൻ വയ്യാഞ്ഞിട്ടാണ്. ജമാലെ ആ ആയത്തൊന്ന് വായിച്ചേ. മുഹമ്മദ് വളർത്തുപുത്രന്റെ ഭാര്യയെ ആണോ കെട്ടിയേ?
അതോ അല്ല, അല്ലയോ ഒരു എന്ന് നമുക്ക് കാര്യത്തെക്കുറിച്ച് നോക്കാം. അറിവില്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അലങ്കാരമായിട്ടൊക്കെ കരുതുന്ന ആളുകളോട് പിന്നെ എന്ത് അത് പറയാനാ? കുഴപ്പമില്ല, ഞങ്ങൾക്ക് അറിവില്ലല്ലോ. താങ്കളൊന്ന് പറയൂ, ഒരാളുടെ ഓൾറെഡി നിക്കാഹ് കഴിച്ച ഒരു പുരുഷന്റെ, അതും സ്വന്തം വളർത്തുപുത്രൻ എന്ന് സ്വന്തമായി പറഞ്ഞ് നാട്ടുകാരെല്ലാവരും അങ്ങനെ തന്നെ അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാര്യയെ തുണിയില്ലാതെ കണ്ടിട്ട് അവളോടുള്ള ആ ആസക്തി തോന്നിയ ഭാര്യ എന്ന് പറയുന്ന വാക്കിന് മാത്രം ഞാൻ പിന്നെ എതിര് പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയെ പോയിട്ടല്ല പ്രവാചകനോ അല്ലെങ്കിൽ ആരെങ്കിലും വിവാഹം ചെയ്യുന്നത്. ഒരു ഭാര്യയെ മറ്റൊരാൾ പോയി വിവാഹം കഴിക്കുന്നതോ അവരുടെ മുഖത്തേക്ക് നോക്കുന്നതോ പോലും ഹറാമായ ഒരു മതത്തെ കുറിച്ചാണ് അപ്പൊ സംസാരിക്കുന്നത് പിന്നെ എന്ന മുഹമ്മദ് ബോധബോധമില്ലാതെ നിങ്ങൾ എന്തിനാണ് സംസാരിക്കുമ്പോൾ മുഹമ്മദ് നിങ്ങൾ എന്തിനാണ് പരിഹസിക്കപ്പെടുന്നത് വെറുതെ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ജമാലുദ്ദീൻ എല്ലാവരും ബ്രദറെ, നിങ്ങളെ പരിഹസിക്കുന്നത്. താങ്കൾ നിങ്ങളൊരു പറയുന്നത് എടുക്കാം, താങ്കൾ പറയുന്നത് ക്രിസ്ത്യാനികൾ എടുക്കാം. പോലും കൂടെ കൂട്ടാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നിങ്ങൾ ജമാലുദ്ദീൻ ബ്രദർ പറയുന്നത് നിങ്ങളുടെ പറയുന്നത് ഭാവം നിങ്ങൾ എടുക്കാമെന്ന്, പറയുന്ന ബുദ്ധിയായിട്ട് യാതൊരു ബന്ധമില്ല. ജമാലുദ്ദീൻ ബ്രദർ പറയുന്നത് എടുക്കാം. പക്ഷെ പുസ്തകത്തിനകത്ത് അങ്ങനെയല്ല. താങ്കൾ പറയുന്ന ഈ പ്രവാചകൻ ഒരു സ്ത്രീയെ, സൈനബ് എന്ന് പറയുന്ന സ്ത്രീയെ തുണിയില്ലാതെ കണ്ടിട്ട് അവളോടുള്ള ആസക്തി തോന്നിയിട്ട് ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു വെച്ചത് നിങ്ങളുടെ പുസ്തകത്തിലാണ്. അൽ അല്ല, തബരി നസീം വോള്യം ബ്രദറെ, 8. നസീം ഭയമില്ലാത്ത ബ്രദറെ, ആളുകൾക്ക് നസീം എന്ത് ബ്രദറെ, ഒരു അപരാധം ഞാൻ തിരുത്തുണ്ട്. വായിക്കാം ഉണ്ടെങ്കിലും വേണമെങ്കിൽ. ആരെക്കുറിച്ചും പറയാം. അതൊരു നസീം ബ്രദറെ, വിഷയമേ ഒരു അല്ലല്ലോ. തിരുത്തുണ്ട്. ഒരു യുക്തിവാദികളോ ഒരു അല്ലെങ്കിൽ തിരുത്തുണ്ട്, പിന്നെ ഒരു തിരുത്തുണ്ട്. അവര് പോലും പറയാത്ത ജമാലുദ്ദീനെ ഒരു ദൈവത്തിന് സെക്കൻഡ്, ഇത്രയും വെറുപ്പുള്ള ആളുകൾ സംസാരിക്കുന്ന സംസാരം ജമാലുദ്ദീനെ കേട്ടാൽ മനസ്സിലാവല്ലോ. ഒരു സെക്കൻഡ്, ഒരു അപ്പൊ തിരുത്ത് പറഞ്ഞോട്ടെ, അവരോട് ഒരു തിരുത്ത് പറയ് പറഞ്ഞോട്ടെ. പറയ് 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 പറയ്. ഒരു സെക്കൻഡ്. നസീം ബ്രദറെ, നമ്മൾ ഭാര്യ എന്ന് പറഞ്ഞത് തെറ്റാണ്. ഭാര്യയല്ല, വളർത്തുമകൻ നിക്കാ ചെയ്ത പെണ്ണിനെ നിക്കാ ചെയ്ത പെണ്ണ്, അതിനെ ഭാര്യ എന്നല്ല വിളിക്കുന്നത്, നിക്കാ ഭാര്യ ചെയ്ത എന്ന് പെണ്ണ്. പറയുന്നത്. അതെ, ആ അതെ. ആ, അത് ഈ ആ, അത് ക്രിസ്ത്യാനിറ്റി തെറ്റിപ്പോയി. നിങ്ങൾ പഠിച്ചത് നിക്കാ കുറച്ച് ചെയ്ത പഠിച്ചു ഇവിടെ പെണ്ണ്. പോയി. ജമാലുദ്ദീൻ ക്രിസ്ത്യാനിറ്റി, അതായത് പറഞ്ഞൊരു ക്രിസ്ത്യാനിറ്റിയിൽ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് വിവാഹമോചനം അറിയത്തില്ല. എന്നൊരു സംഭവം ഒരു ജമാലുദ്ദീൻ മിനിറ്റ് ഇവിടെ ഒരു അലൻ കാര്യം ബ്രദറെ, അതാണ് പറഞ്ഞായിരുന്നു. നിങ്ങൾ അലൻ ബ്രദറെ, അത് പഠിച്ചിരിക്കുന്നത്. എടുക്കാം. നിങ്ങൾ എല്ലാം പതുക്കെ എടുക്കാം നമുക്ക്. അല്ല, നിങ്ങൾ ജമാലുദ്ദീനെ, പഠിച്ചു വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയില് വിവാഹമോചനം ജമാലുദ്ദീനെ വിവാഹമോചനം അതൊക്കെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയിലെ അതിനെക്കുറിച്ച് വിഷയമൊക്കെ പോകാം. അറിയില്ല. ആ അറിവില്ലായ്മ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ഒരു വിഷയം പ്രശ്നമായിട്ട് പോവാം. നിങ്ങൾ എടുക്കുന്നില്ല. ക്രിസ്ത്യാനിറ്റിയിലെ അല്ലെ, വിഷയത്തിലൊക്കെ പോകാം. മുഹമ്മദിന്റെ അല്ലല്ല, ഞാൻ കാര്യത്തിൽ ക്രിസ്ത്യാനിറ്റിയിലെ വിഷയത്തിലേക്കേ പോണില്ല. അത് പറയാൻ നിങ്ങൾക്ക് തീരെ യോഗ്യതയില്ല. അത് വേറെ കാര്യം. ക്രിസ്ത്യാനിറ്റിയിലത്തെ ഒരു കാര്യം നിങ്ങളോട് തന്റെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ജമാലുദ്ദീൻ യോഗ്യത മുഹമ്മദ് നിങ്ങൾക്കില്ല. അത് പോട്ടെ. തന്റെ അതല്ല ഞാൻ തന്റെ പറഞ്ഞത്. മകൾ എന്ന് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിരുന്ന വേറെ കാര്യമാണ്. വിളിച്ചിരുന്ന ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് ഒന്നും അറിയാത്ത നിങ്ങൾക്ക് എന്തും പറയാം. അതിന് ഒന്നും യാതൊരു അറിയത്തില്ല. പ്രശ്നമില്ല. ഞാൻ ഞാൻ വായിക്കാം ഒന്നും വേണമെങ്കിൽ. അറിയാത്തത് കൊണ്ട് എന്തും പറയാം. വായിക്കാം. കാരണം വായിക്കാം. ഒരു പിന്നെ ഭാര്യയെ തലാക്ക് ചൊല്ലി കഴിഞ്ഞാൽ അവൾ ഒരു അന്യ സ്ത്രീ അവളെ ആയിട്ടാണ് തുണിയില്ലാതെ കണ്ടിട്ട് കണക്കാക്കുന്നത്. അവളോടുള്ള കല്യാണം ആസക്തി കഴിച്ചാണ് തോന്നി എങ്ങനെ എന്തിനാ? അതിന്റെ ഭാര്യയാകുന്നത്? നിയമങ്ങളെ കുറിച്ച് ഒന്നും അറിയാതെ നിങ്ങൾക്ക് ജമാൽദീൻ നിങ്ങൾക്ക് അറിയാണെങ്കിലും മറ്റുള്ളവരെ ജമാലുദ്ദീൻ തെറ്റിദ്ധരിപ്പിക്കാൻ, നിങ്ങൾക്ക് അറിവില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ജമാലുദ്ദീൻ അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് ജമാലുദ്ദീൻ ഞങ്ങളെ പോലുള്ളത് താഴെ ഇരുന്ന് ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. ജമാലുദ്ദീൻ മുഹമ്മദ് അവളെ തുണിയില്ലാതെ കണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ തെളിയിക്കാം. അൽ തബരി വോള്യം 8 പേജ് നമ്പർ 4. ഞാൻ വായിക്കാൻ വേണമെങ്കിൽ. പുസ്തകം ആർക്ക് വേണമെങ്കിലും അവൈലബിൾ ആണ്. ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അൽ തബരി വോള്യം 8 പേജ് നമ്പർ 4. പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്, വെബ്സൈറ്റിൽ നിന്നല്ല. വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അവൈലബിൾ ആക്കി തരാവുന്നതുമൂടെ ആണ്. അൽ തബരി വോള്യം 8 പേജ് നമ്പർ 4. മുഹമ്മദ് അവളെ കണ്ടോ? ഇല്ല. എനിക്കറിയാമോ അതെവിടെ എഴുതിയിരിക്കുന്നത്? ഇല്ല. ഞാൻ പണ്ഡിതനല്ല. പക്ഷെ അല്ല, നിങ്ങൾ അങ്ങനത്തെ ഒരു തെറ്റാണ്. അല്ല, നിങ്ങൾ പറയുന്ന നിങ്ങൾ ആരെഴുതിയതെന്നോ എന്താണെന്നോ മനസ്സിലാവാത്ത ഒരു പുസ്തകം കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തും പറയാം. അതിലുണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് കളവ് വേണമെങ്കിലും പറയാലോ. എന്ത് കളവ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷെ അത് ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. മറ്റൊരു പുരുഷന്റെ ഭാര്യയെ വിവാഹം കഴിക്കാനോ മുഖത്ത് നോക്കാനോ പോലും അവകാശമില്ല. അതുപോലെ മുഹമ്മദിന് തന്നെ ഈ നിയമം ഒന്നും ബാധകമല്ല. വിവാഹമോചനം ചെയ്ത ഒരു സ്ത്രീയെ മുഹമ്മദിന് പൂർണ്ണമായും ഈ അന്യ നിയമം സ്ത്രീയായിട്ടാണ് ബാധകമല്ല. പരിഗണിക്കേണ്ടത്. ഇതൊക്കെ ബേസിക്കായ കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾ മുഹമ്മദ് എന്ത് ഇത് കൊണ്ടുവന്ന് വായിക്കട്ടെ കൂട്ടിക്കെട്ടിയാലും സഹോദര. ഇത് വായിച്ചു അറിയുന്നവർക്ക് അത് കഴിഞ്ഞിട്ട് വിശ്വസിക്കാൻ ബ്രദറെ ഒരിക്കലും സാധിക്കില്ല. വായിച്ചു കഴിഞ്ഞിട്ട് ബ്രദറിന് പറയാമല്ലോ, എന്ത് വേണമെങ്കിലും പറയാം. അക്കോർഡിംഗ് ടു യൂനിസ് ബി അബ്ദ് അല ഇബിൻ വഹാബ് ഇബിൻ സയ്യിദ് ഹു സെഡ് ദ മെസ്സഞ്ചർ ഓഫ് അല്ല. മലയാളത്തിൽ ഞാൻ തർജ്ജമ ചെയ്യാമല്ലോ. ദ മെസ്സഞ്ചർ ഓഫ് അല്ല ഹാഡ് അതാണ് ഈ പ്രശ്നം മാരീഡ് വരുന്നത്. സയ്യിദ് ബിൻ അതല്ലേ ഹാരിത്ത് ടു തെറ്റിദ്ധരിപ്പിക്കല്. സൈനബ് ബിൻ ജാഷ്. മുഹമ്മദ് സയ്യിദ് ബിൻ ഹാരിത്തിനെ സൈനബ് ബിൻ ജാഷുമായിട്ട് നിക്കാഹ് കഴിപ്പിച്ചു വിട്ടു. ഹിസ് പെറ്റേണൽ ആൺസ് ഡോട്ടർ, മുഹമ്മദിന്റെ ആന്റിയുടെ മകളാണ് ഇത്. വൺ ഡേ ദ മെസ്സഞ്ചർ ഓഫ് അല്ല വെന്റ് ഔട്ട് ലുക്കിംഗ് ഫോർ സയ്യിദ്. ഒരു ദിവസം മുഹമ്മദ് സയ്യിദിനെ തപ്പി വെളിയിലോട്ട് ഇറങ്ങി. നൗ ദർ വാസ് എ കവറിംഗ് ഓഫ് ഹെയർ ക്ലോത്ത്
ഓവർ ദ ഡോർവേ. അവിടെ സയ്യിദിന്റെ വീട്ടിൽ ഒരു ഒരു കട്ടൻ, അവിടെ ഒരു തലനാരി കനമുള്ള ഒരു കട്ടൻ അവിടെ ഡോറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കതവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദ വിൻഡ് ഹാഡ് ലിഫ്റ്റഡ് ദ കവറിങ് സോ ദാറ്റ് ദ ഡോർവേ വാസ് അൺകവേർഡ്. കാറ്റടിച്ചപ്പോൾ ആ ഡോർവേ, കട്ടൻ മാറി ഡോർവേ കാണുന്ന രീതിയിലായി, അല്ലെങ്കിൽ അകത്തിരിക്കുന്ന മുറി കാണുന്ന രീതിയിലായി. സൈനബ് വാസ് ഇൻ ഹെർ ചേംബർ അൺഡ്രസ്ഡ് ആൻഡ് അഡ്മിറേഷൻ ഫോർ ഹെർ entered the heart of the prophet. സൈനബ് അവളുടെ മുറിക്കകത്ത് തുണിയില്ലാതെ ഇരിക്കുകയായിരുന്നു. അവളോടുള്ള താല്പര്യം, കാമം, അഡ്മിറേഷൻ മുഹമ്മദിന്റെ ഹൃദയത്തിലേക്ക് വന്നു. ആഫ്റ്റർ ദാറ്റ് ഹാപ്പൻഡ് ഷീ വാസ് മെയ്ഡ് അൺഅട്രാക്റ്റീവ് ടു ദി അതർ മാൻ. ഇത് സംഭവിച്ചതിന് ശേഷം ഈ സ്ത്രീ, അതർ മാൻ എന്ന് പറഞ്ഞ സയ്യിദിനെ പറ്റിയാ പറയുന്നത്, സയ്യിദിന് ഇഷ്ടമില്ലാത്ത രീതിയിലായി, അവന് താല്പര്യമില്ലാത്ത രീതിയിൽ ആയി. സോ ഹി കെയിം ആൻഡ് സെഡ്, അപ്പം സയ്യിദ് മുഹമ്മദിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. സോ ഹി കെയിം ആൻഡ് സെഡ്, മെസ്സഞ്ചർ ഓഫ് അല്ലാ, ഐ വോണ്ട് ടു സെപ്പറേറ്റ് മൈസെൽഫ് ഫ്രം മൈ കമ്പാനിയൻ. ഞാൻ ഇവളുമായി വിവാഹമോചനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. മുഹമ്മദ് ആസ്റ്റ്, വാട്ട് ഈസ് റോങ്? എന്ത് പറ്റി? എന്താ തെറ്റ് പറ്റിയത്? ഹാസ് എനിത്തിങ് ഓൺ ഹെർ പാർട്ട് ഡിസ്ക്വയറ്റഡ് യു? അവളുടെ ഭാഗത്ത് എന്തെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? നോ ബൈ അല്ല, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, റിപ്ലൈഡ് സയ്യിദ് അങ്ങനെ മറുപടി പറഞ്ഞു. നത്തിങ് ഷീ ഹാസ് ഡൺ ഹാസ് ഡിസ്ക്വയറ്റഡ് മീ. അവളുടെ ഭാഗത്തുനിന്ന് ചെയ്ത ഒന്നും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. മെസ്സഞ്ചർ ഓഫ് അല്ല. നോർ ഹാവ് ഐ സീൻ എനിത്തിങ് ബട്ട് ഗുഡ്. പക്ഷെ അവളുടെ ഭാഗത്തുനിന്ന് ഞാൻ നല്ലത് മാത്രമേ കണ്ടിട്ടുള്ളൂ. The messenger of Allah said to him, keep your wife to yourself and fear Allah. അപ്പം മുഹമ്മദ് പറയാണ്, നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്തേക്ക് തന്നെ വെക്ക്. മേളിൽ അവളോടുള്ള കാമം തോന്നിയിട്ട് പറഞ്ഞ മുഹമ്മദ് താഴെ സയ്യിദിനോട് പറയാ, നീ നിന്റെ ഭാര്യയെ നിന്റെ കയ്യിലേക്ക് തന്നെ വെക്ക്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഓഫ് അല്ല. ഇതാണ് സൂറ, ഈ വാക്യത്തിൻ്റെ അർത്ഥം. സൂറ 33-37 അർത്ഥം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ആൻഡ് വെൻ യു സെഡ് അൺടു ഹിം ഓൺ ഹും Allah has conferred favor and you have conferred favor, keep your wife to yourself and fear Allah. ആരെങ്കിലും 33-37 എടുത്തിട്ട് മലയാളത്തിൽ ഒന്ന് എടുക്കണേ, വായിക്കാൻ വേണ്ടിയിട്ട് അടുത്തത്. കീപ് യുവർ വൈഫ് ടു യുവർ സെൽഫ് ആൻഡ് ഫിയർ Allah. നീ നിന്റെ ഭാര്യയെ തന്നെ നിന്റെ അടുത്തേക്ക് വെച്ചിട്ട് നീ അള്ളാഹുവിനെ ഭയപ്പെടുക. ആൻഡ് യു ഡിഡ് ഹൈഡ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് വിച്ച് Allah വാസ് ടു ബ്രിങ് ടു ലൈറ്റ്. നീ നിന്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നീ നിന്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു. You did hide in your mind the thought that if he separate himself from her, I will marry her. നീ നിന്റെ മനസ്സിൽ സൂക്ഷിച്ചത് എന്താണ്? ഇവൻ ഇവളുമായി വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, വിവാഹമല്ല, തെറ്റായിപ്പോയി, നിക്കാഹ് മോചനം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവളെ നിക്കാഹ് കഴിക്കും. ഇനിയും ഈ വ്യക്തി സയ്യിദ് എന്ന് പറയുന്നത് മുഹമ്മദിന്റെ വളർത്തുപുത്രൻ തന്നെയാണ് എന്നതിന്റെ തെളിവ് 2ാമത്തെ പേജിനകത്തുണ്ട്. അൽ തബരി വോള്യം 8 പേജ് നമ്പർ 2. അവിടെ ഇത് വായിച്ചു തീരട്ടെ ബ്രദറെ, വായിച്ചു തീരട്ടെ. ഞാൻ വായിച്ചു തീരുമ്പോൾ അവസരം തരാം. The messenger of Allah came to the house of Zaid bin Harith. അവിടെ പറയുന്നത് Zaid was always called Zaid bin Muhammad. സയ്യിദിനെ എപ്പോഴും സയ്യിദ് ബിൻ മുഹമ്മദ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പെർഹാപ്സ് ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ മിസ്ഡ് ഹിം അറ്റ് ദാറ്റ് മൂമെന്റ്, സോ ആസ് ടു ആസ്ക് വേർ ഇസ് സയ്യിദ്. വീട്ടിൽ വന്നപ്പോൾ സയ്യിദിനെ കണ്ടില്ല. അപ്പം മുഹമ്മദ് ചോദിക്കുകയാണ്, സയ്യിദ് എവിടെ? ഹി കെയിം ടു ഹിസ് റെസിഡൻസ് ടു ലുക്ക് ഫോർ ഹിം ബട്ട് ഡിഡ് നോട്ട് ഫൈൻഡ് ഹിം. മുഹമ്മദ് സയ്യിദിന്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ സയ്യിദിനെ കണ്ടില്ല. ഓക്കെ, കണ്ടില്ല. സൈനബ് ബിൻ ജാഷ്, സയ്യിദ്സ് വൈഫ്, റോസ് ടു മീറ്റ് ഹിം. സൈനബ് ബിൻ ജാഷ്, സയ്യിദിന്റെ ഭാര്യ, എളുപ്പം എണ്ണിച്ചു, മുഹമ്മദിനെ കാണാൻ വേണ്ടിയിട്ട് എണ്ണിച്ചു. ബിക്കോസ് ഷീ വാസ് ഡ്രെസ്ഡ് ഓൺലി ഇൻ എ ഷിഫ്റ്റ്, ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ ടേൺഡ് അവേ ഫ്രം ഹർ. അവള് ഒരു ചെറിയൊരു അടിവസ്ത്രം മാത്രം ഇട്ടിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇത് കണ്ടുകൊണ്ട് മുഹമ്മദ് ഒന്ന് മാറി, മുഖം ഒന്ന് മാറ്റി. ഷീ സെഡ്, ഹി ഈസ് നോട്ട് ഹിയർ, മെസ്സഞ്ചർ ഓഫ് അല്ലാ, കം ഇൻ, you who are as dear to me as my father and mother. ഞാൻ എൻ്റെ പോയിന്റ് പ്രൂവ് ചെയ്യാൻ ആഗ്രഹിച്ചത്, ഈ വ്യക്തി മുഹമ്മദിന്റെ വളർത്തുപുത്രനായി സയ്യിദ് ഇബ്ൻ മുഹമ്മദ് തന്നെയായി അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ അറിഞ്ഞിരുന്നു.
ഈ വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ടാണ് മുഹമ്മദ് ആ വ്യക്തിയുടെ ഭാര്യയെ തുണിയില്ലാതെ കണ്ടിട്ട് അവളോടുള്ള താല്പര്യം തോന്നിയത്. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഇതാണ് ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി. നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്, ഞങ്ങളുടെ കൈകൊണ്ട് പറഞ്ഞതല്ല. ഇനി ആരെങ്കിലും ഒന്ന് ഖുർആൻ 33-37 കൂടെ ഒന്ന് വായിച്ചു തരാം. സൂറ 33, 33-37 വായിക്കാം. 37. അതായത് ഇതിലെവിടെയൊക്കെയാണ് നിങ്ങൾ തുന്നിച്ചേർത്തത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ അത് അറിയാത്ത അതൊന്ന് ആളുകൾക്ക് വായിച്ച് നിങ്ങളെ തീരട്ടെ പറഞ്ഞ് ജമാലുദ്ദീൻ ബ്രദറെ. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഖുറാൻ വായിച്ച് തീർക്കട്ടെ, ഖുറാൻ വായിച്ച് തീർക്കട്ടെ. നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്യണല്ലോ, അത് കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ. ഇവിടെ എന്താണ് ഞാൻ തെറ്റ് വായിച്ച? ഞാൻ ഇല്ലാത്തത് എന്താക്കിയ നിങ്ങൾ കൂട്ടിച്ചേർത്തത്? മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയി, നിങ്ങൾ ഇരുന്ന് തന്നാണ് പറഞ്ഞോളൂ. അല്ല, ഞാൻ കൂട്ടിച്ചേർത്തത് കാര്യം പറ. മ്യൂട്ട് ചെയ്യുന്നില്ല. കൂട്ടിച്ചേർത്ത ഭാഗം കളവ് പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെടുത്തി തരാൻ പറയൂ. പിന്നെ ഒരാൾ വേണ്ട. അതിനാണ് ഞാൻ ഇവിടെ പറയൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കില്ലേ ഇവര് പറയൂ. പിന്നെ പറഞ്ഞതില് പിന്നെ 90% ശരിയാണ്. പക്ഷെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു 2 വരി കൂട്ടിച്ചേർത്തു. അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. മുഹമ്മദിന്റെ മകനാണ് സെയ്ദ് എന്നുള്ളതിന് ഒരു അഭിപ്രായ വ്യത്യാസം ഒരു മുസ്ലിമും പറയുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കേസ് വിട്. പിന്നെ വളർത്തുമകന്റെ ഭാര്യയാണ് പിന്നെ മുഹമ്മദ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്ന കളവ് എന്താണെന്ന് വെച്ചാല്, സെയ്ദ് ഒരു കാലത്ത് ഭാര്യ ആയിരുന്നെങ്കിലും അവരെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അന്യ സ്ത്രീയാണ് സെയ്ദിന് അവര്. പിന്നെ അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ അതിന് നിങ്ങൾ കൂട്ടിക്കെട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഒരു മുസ്ലിമിന് വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പൊ അവരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വക നമ്പർ ഒന്നും കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വളർത്തുപുത്രന്റെ ഭാര്യ ആയിരുന്നവളെ അല്ലേ? നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ. കേട്ടിരിക്കാൻ രസമുണ്ട്. അപ്പൊ ഞാൻ താഴെ ഇരുന്ന് കേൾക്കട്ടെ എന്തൊക്കെ എവിടെയൊക്കെയാണ് നിങ്ങൾ കളവ് പറയുന്നത്. ആ കളവ് എത്ര രസകരമായിട്ടാണ് അതിൽ തുന്നിച്ചേർത്തിരിക്കുന്നത്. വളർത്തുപുത്രന്റെ ഭാര്യ ആയിരുന്നവളെ തന്നെയല്ലേ മുഹമ്മദ് നിക്കാഹ് ചെയ്തത്? അവളെ തുണിയില്ലാതെ തന്നെയല്ലേ മുഹമ്മദ് കണ്ടത്? അവളെ തുണിയില്ലാതെ മുഹമ്മദ് കണ്ടോ? സെയ്ദ് ഒരിക്കലും ഭാര്യയെ തലാക്ക് ചെല്ലണമെന്ന് മുഹമ്മദ് നബിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ആ സ്ത്രീയാണ് മുഹമ്മദ് നബിയോട് ആവശ്യപ്പെട്ടത്. തുടക്കം മുതലേ എനിക്ക് യോജിച്ചതല്ല ഭർത്താവ് എന്ന രീതിയിലാണ്. അതൊക്കെ ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾ എവിടുന്ന് പഠിച്ചു? അത് പറയൂ ബ്രദറെ. എവിടുന്നാ പഠിച്ചത്? വ്യക്തമായിട്ട് തുന്നിച്ചേർത്ത് പറഞ്ഞോ. ആ അസത്യം എന്താണെന്ന് നിങ്ങൾ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ താഴെ ഇരുന്നത്. അപ്പൊ ഞാൻ താഴെ പോയിരിക്കാം. നിങ്ങൾ ആ നോണ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ ഞങ്ങളത് കേട്ടോണ്ടിരുന്നോളാം. സഹോദര, പോകുന്നതാണ് താങ്കൾക്ക് നല്ലത്. പോകുന്നതാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളെ വിമർശിക്കുന്നത് പോലെ നിങ്ങൾ പ്രവാചകനെ വിമർശിക്കുന്നുണ്ടല്ലോ. ഇസ്ലാമിനെ അങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്ന് കേട്ടിരിക്കട്ടെ. ഓടാൻ ഈസിയാണ് ബ്രദറെ. ഓടുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഓടിക്കോളൂ. അതിനെന്താ ബുദ്ധിമുട്ട്? ഒരു പ്രശ്നവും ആരും ഒരു മുസ്ലിം ഇവിടെ കയറി വന്നിട്ട് ഓടിപ്പോയതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ സംസാരിക്കാൻ അപ്പൊ താങ്കൾ ഇവിടെ വന്നിട്ടില്ലല്ലോ. താങ്കൾ ഇവിടെ കണ്ടിട്ടില്ല എന്തോ നടക്കുന്നെന്ന്. താങ്കൾക്ക് അറിയത്തില്ല ഇവിടെ എന്താ നടക്കുന്നെന്ന്. മുസ്ലിം ഒന്നും ഓടിപ്പോയിട്ടില്ലെന്ന്. ഇന്നലത്തെ കാര്യം തന്നെ പറയണ്ട. നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. മുനീറിന്റെ അവസ്ഥ ഇന്നലെ അറിഞ്ഞായിരുന്നോ എന്തോ സംഭവിച്ചെന്ന്? വല്ലതും നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഇതേ ഇപ്പൊ എന്തോ പറഞ്ഞത്, സയ്യിദ് ഒരിക്കലും തന്റെ ഭാര്യയോട് വിവാഹമോചനം ചെയ്യാൻ ചോദിച്ചിട്ടേ ഇല്ലെന്ന് ഇവരുടെ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് അതാണ്. പ്രവാചകനോട് പറഞ്ഞിട്ടില്ലെന്നോ? ഞാൻ അതാ വായിച്ചു കേൾപ്പിച്ചത്. അൽ തബരി വോള്യം 8 പേജ് നമ്പർ 4. അവിടെ സയ്യിദ് വന്നിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? മെസ്സഞ്ചർ ഓഫ് അല്ലാ, ഐ വാണ്ട് ടു സെപ്പറേറ്റ് മൈസെൽഫ് ഫ്രം മൈ കമ്പാനിയൻ. സയ്യിദാണ് വന്നിട്ട് പറഞ്ഞത്. സ്ക്രീൻഷോട്ട് ഇടണോ? ഞാൻ ഇട്ട് തരാം. എനിക്ക് എന്നാ പ്രശ്നം? എൻ്റെ കയ്യിൽ പുസ്തകം ഇരിക്കുവാണ് ബ്രദറെ. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ല എന്ന് പറ. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല ബ്രദറെ, എനിക്കറിയത്തില്ല. നിങ്ങൾ പറഞ്ഞ പുസ്തകം ഏതാണ് അത് പറയൂ എന്ന് പറഞ്ഞാൽ ഒരു മാന്യതയുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ല. ഓക്കെ ബ്രദറെ, കേട്ടിട്ടില്ല, ശരി. ഞാൻ പുസ്തകം ഇടാമല്ലോ. എൻ്റെ കയ്യിൽ പുസ്തകത്തിന്റെ തെളിവിരിക്കുമ്പോൾ ഞാൻ പുസ്തകം ഇടുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നോക്കൂ, അൽ തബരി വോള്യം 8. അതിനകത്ത് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗം നിങ്ങൾ വായിക്കുക. എന്നാ അൽ തബരി പുസ്തകത്തിൽ നിന്നാണ്. ഇതാ, എനിക്കറിയത്തില്ല എങ്കിൽ വായിക്കൂ. സഹോദരന്മാരെ, നിങ്ങൾക്ക് പുസ്തകം റിഫ്ലക്റ്റ് ആയെങ്കിൽ ഒന്ന് പറയണേ.
ഒന്ന് എല്ലാവരും ഒന്ന് റിഫ്രഷ് ചെയ്തേ എൻ്റെ സ്ക്രീൻ. താഴെ ഇരിക്കുന്ന ഓഡിയൻസിലുള്ള സഹോദരന്മാരെ ഒന്ന് റിഫ്രഷ് ചെയ്തേ എൻ്റെ സ്ക്രീൻ ഒന്ന് റിഫ്രഷ് ചെയ്യണേ. വന്ന് നസ്രീം ബ്രദറെ വന്ന് ഓക്കെ. മൈക്കിൾ ബ്രദറെ ആ അണ്ടർലൈൻ ചെയ്ത ഭാഗം ഒന്ന് വായിച്ചേ. ജസ്റ്റ് എൻ്റെ ഇംഗ്ലീഷ് ചിലപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലായിരിക്കും. ഞാൻ ഈ വിദേശത്തൊക്കെ ജീവിക്കുമ്പോഴും എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. ബ്രദർ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരും. അല്ല, പ്രവാചകനൊക്കെ വളരെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാണല്ലോ ഇപ്പൊ നിങ്ങൾ എടുത്ത് വായിക്കുന്നത്. വളരെ നന്നായിട്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ല. പ്രവാചകൻ അത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചതാണ് നിങ്ങൾ എടുത്ത് വായിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കുഴപ്പമില്ല. പറ്റുന്നത്. അൽതബരി നിങ്ങളുടെ ജനങ്ങൾക്ക് കൊടുക്കാൻ അൽതബരി പറ്റുന്നത് ഇസ്ലാമിക സ്കോളർ അല്ലെന്ന് ആരോടും പോയി പറയല്ലേ. പ്രവാചകൻ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ അൽതബരി ആരാണ് എന്ന് ലോകത്തിനറിയാം. പറ്റുന്നുണ്ടല്ലോ. വെരി ഗുഡ്. തബരി ആരാണെന്ന് ലോകത്തിനറിയാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് നിങ്ങളുടെ മുസ്ലിങ്ങൾ തന്നെ തർജിമ ചെയ്ത സ്കോളേഴ്സ്, കോളേജുകളുടെ പ്രൊഫസേഴ്സ് ആയിട്ടുള്ളവർ, സ്കോളേഴ്സ് ഉള്ളവർ, അവർ തർജിമ ചെയ്ത പുസ്തകമാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. മൈക്കിൾ ബ്രദർ അതൊന്ന് വായിച്ചേരാ ആ ഭാഗം മാത്രം. ദൈവത്തിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ വമ്പം പരാജയമാണ്. പിന്നെ നിങ്ങളോട് ജമാലുദ്ദീൻ ബ്രദറെ നിങ്ങളുടെ അള്ളാഹു ആരോട് സുജൂദ് ചെയ്യുന്നു, നിങ്ങളുടെ അള്ളാഹു ആരോട് സലാത്ത് ചെയ്യുന്നു എന്ന് പോലും അറിയാത്തവർ നിങ്ങൾ എന്ത് പറയാനോ? സൂറ 56 അനുസരിച്ച് അള്ളാഹു ആരോടാണ് സലാത്ത് ചെയ്യുന്നത്? അതൊക്കെ ഒന്ന് പഠിച്ചിട്ടോ. സലാത്ത് അള്ളാഹു ആരോടാണ് സലാത്ത് ചെയ്യുന്നത്? അള്ളാഹു മലൈക്കത്തുഹു യുസല്ലൂന ആലം നബി. ആരോടാണ് അള്ളാഹു യുസല്ലി ചെയ്യുന്നത് മുഹമ്മദിന് വേണ്ടി എന്ന് പോലും അറിയാത്ത നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. മൈക്കിൾ ബ്രദറെ ആ ഭാഗം ഒന്ന് വായിച്ചേര്. ഞാൻ വായിക്കാം. So he came and said, Messenger of God, I want to separate myself from my companion. Muhammad asked, what is wrong? Has anything on her part disquiieted you? No. By God, replied Said. അപ്പൊ ഇത് സയ്യിദ് തന്നെയല്ലേ പറഞ്ഞത്? Yes, absolutely. സയ്യിദ് തന്നെ വന്നിട്ട് മുഹമ്മദിനോട് പറയുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സെപ്പറേറ്റ് മൈസെൽഫ് ഫ്രം മൈ കമ്പാനിയൻ. സൈനുവിനെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ കമ്പാനിയനുമായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് ആരാണ് ഇത് തർജ്ജമ ചെയ്തത് എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയാം. ഈ അൽതബരിയുടെ 40 വോള്യം ഉണ്ട്. അതിനകത്തുനിന്ന് ഇത് തർജ്ജമ ചെയ്ത ആൾക്കാർ, ഇതിൻ്റെ കൂട്ടത്തിൽ നിന്നവരാരാണ്? ഇതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് ഇഹ്സാൻ അബ്ബാസ്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർഡൻ, അമാൻ. ഇനി അത് മുസ്ലിങ്ങളല്ലെന്ന് വേണമെങ്കിൽ പറഞ്ഞു. ഓക്കെ. അതുപോലെ തന്നെ ഫർസാൻ റോസ്താൽ, യേൽ യൂണിവേഴ്സിറ്റി, എഹ്സാൻ യാർ ഷാത്തിർ, കൊളംബിയ യൂണിവേഴ്സിറ്റി. പിന്നെ വിവാഹമോചനം ചെയ്ത സ്ത്രീയാണെന്ന് വീണ്ടും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നുകൂടി വായിച്ചോളൂ വേണമെങ്കിൽ. നിക്കാഹ് കഴിച്ചത് പിന്നെ ഈ ഭാഗത്ത് തന്നെ നോക്കുവാണെങ്കിൽ ആ യെല്ലോ അണ്ടർലൈൻ ചെയ്തില്ലേ? ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ അത് വീണ്ടും നിങ്ങൾ വായിച്ചു കൊടുക്കുക. ഇംഗ്ലീഷിലും അറബിലൊക്കെ വായിച്ചു കൊടുത്തോ. അതന്നെ വേണ്ടത്. അതിന്റെ യെല്ലോ അണ്ടർലൈൻ ചെയ്ത ഭാഗത്തിനകത്ത് മുഹമ്മദ് അവളെ തുണിയില്ലാതെ കാണുകയും അവളോടുള്ള ആസക്തി തോന്നുകയും ചെയ്യുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. ചോദ്യം ഇത്രയുമേ ഉള്ളൂ. ഇസ്ലാമിക നിയമപ്രകാരം സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യ ആയിരുന്നവളെ തുണിയില്ലാതെ കണ്ടിട്ട് അവളെ നിക്കാഹ് കഴിക്കുന്നത് ശരിയോ തെറ്റോ, മാതൃകയാണോ എന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? താങ്കളുടെ വീട്ടിൽ താങ്കൾ ഒരാളെ, ഇനിയും വളർത്തുപുത്രൻ പോട്ടെ, ഒരാളെ വീട്ടിലോട്ട് താങ്കൾ ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് ആ കുഞ്ഞിന് ആഹാരവും സ്കൂളും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. മകനാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ കൊച്ചൻ വലുതായി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നിങ്ങൾ ആ കൊച്ചനെ നിക്കാഹ് കഴിപ്പിച്ച് വേറെ ഒരു കുട്ടിയുമായി നിക്കാഹ് കഴിപ്പിച്ചിട്ട് നിങ്ങൾ അവന് വേറൊരു വീടുണ്ടാക്കിയിട്ട് അവിടെ താമസിപ്പിക്കുന്നു. ഇനിയും ഒരു ദിവസം ജമാലുദ്ദീന് തോന്നുകയാണ് ഈ കൊച്ചനെ ഒന്ന് പോയി കാണണം എന്ന് തോന്നുകയാണെങ്കിൽ ആ വീട്ടിലോട്ട് പോകുമ്പം കൊച്ചൻ അവിടെ ഇല്ല. ഇനി അവൻ്റെ പേര് റാഷിദിനിട്ടോ. റാഷിദ് വീട്ടിലില്ല. ഇല്ലാതിരിക്കുന്ന സമയത്ത് വീട്ടിനകത്ത് ഫാത്തിമ, ഈ റാഷിദിന്റെ ഭാര്യയായിരിക്കുന്ന ഫാത്തിമ തുണി മാറിക്കൊണ്ടിരിക്കുകയാണ്. തുണി ഇട്ടിട്ടില്ല. ജമാലുദ്ദീൻ അവളോടുള്ള താല്പര്യം തോന്നുമോ? മുഹമ്മദിന് ആ ഒരു
മാതൃക മുഹമ്മദ് വച്ചിരിക്കുന്നത് കൊണ്ട് താങ്കൾ മുസൽമാനായ താങ്കൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? മകനല്ല, കുഴപ്പമില്ല. അവളോടുള്ള താല്പര്യം തോന്നിയിട്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ റാഷിദ് ഫാത്തിമയെ നിക്കാഹ് മോചനം ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ അവളെ നിക്കാഹ് കഴിക്കുമോ? താങ്കൾ അവളെ നിക്കാഹ് കഴിക്കുമോ? മകനല്ല, വീട്ടിൽ വളർത്തിയതാണ്, കൊച്ചിലേ തൊട്ടേ വളർത്തിയതാണ്, വലുതായി, അവനൊരു 20-22 വയസ്സായി. എന്താ ബ്രദറെ, ഞാൻ ശരിക്കും കേട്ടില്ല, എന്നാലും എനിക്ക് മനസ്സിലായി എന്താ സംഭവം എന്ന്. അതായത് സെയ്ദ് എന്നൊരു വ്യക്തി വിവാഹമോചനം ചെയ്ത ഒരു സ്ത്രീയെ മനസ്സിലായില്ലെങ്കിൽ പ്രവാചകൻ അതൊന്നുകൂടി വിവാഹം പറഞ്ഞു തരൂ കഴിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്നും ജമാലുദ്ദീനെ. അതിൽ ഇസ്ലാമിലോ അല്ലെങ്കിൽ നിയമങ്ങളിലോ യാതൊരു പ്രശ്നങ്ങളോ അവിടെ വരുന്നില്ല. ഞാൻ നിങ്ങളിത് ചോദിച്ച എക്സാമ്പിൾ ജമാലുദ്ദീൻ ചോദിച്ചത് മനസ്സിലായോ സെയ്ദിന്റെ താങ്കൾക്ക്? ഭാര്യ സെയ്ദിന്റെ ഭാര്യ ചോദിച്ച എന്ന് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായോ അത് താങ്കൾക്ക്? നിങ്ങളെ കൊണ്ട് തന്നെ ഒന്ന് പറയിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ചോദിച്ച ജമാലുദ്ദീൻ എക്സാമ്പിൾ ചോദ്യം മനസ്സിലായോ? മനസ്സിലായില്ലല്ലോ അതേപോലെ ജമാലുദ്ദീനെ. ഓരോന്ന് ഇവിടെ ഇരുന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇദ്ദേഹത്തിന് ചോദ്യം ഫുള്ള് മനസ്സിലായില്ലേ? കളവ് ചോദ്യങ്ങളുണ്ട്. പറയുന്നുണ്ടെങ്കിൽ ആ കളവൊക്കെ നസീം ബ്രദറെ, ആ കേട്ടിരിക്കാന്നല്ലാതെ ചോദ്യം ആൾക്ക് ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ? ചോദ്യം ചോദ്യം അറിയാത്ത ആൾ മനസ്സിലായില്ലേ? എന്തൊക്കെ അതോ ഉത്തരം പറയാണ്? താങ്കൾക്ക് ചോദ്യം മനസ്സിലാകാഞ്ഞിട്ടാണോ? അതോ താങ്കൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? താങ്കൾ അല്ല, ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്ന എന്റെ ഒരു നിങ്ങൾ നസീം വിവാഹം കൊച്ചനെ കഴിക്കാന്ന് ചോദിച്ചത് ഞാൻ കേട്ടു. അതായത് എനിക്ക് താങ്കൾ വിവാഹം വീട്ടിലോട്ട് കഴിക്കണമെങ്കിൽ ഒരു കൊണ്ടുവന്ന് സ്ത്രീയെ വളർത്തിയ പറയട്ടെ ഒരു കൊച്ചനെ, ജമാലുദ്ദീൻ സൂക്ഷിച്ചു കേൾക്കൂ, താങ്കൾ അല്ല, വീട്ടിലോട്ട് നിക്ക് ഒരു കൊണ്ടുവന്ന് മിനിറ്റ് വളർത്തിയ പറയട്ടെ താങ്കൾ വീട്ടിലോട്ട് ഇത് സൂക്ഷിച്ചു കേൾക്കൂ, ഞാൻ ഇത്രയുമേ ഞാനൊരു ചോദിച്ചോളൂ. സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളും താങ്കൾ ഒരു സ്ത്രീയെ വിവാഹം വിവാഹമോചനം കഴിക്കുന്ന വിവാഹമില്ല ചെയ്ത വിഷയമല്ല പറഞ്ഞത്. ജമാലുദ്ദീനെ. സ്ത്രീയാണെങ്കിൽ വിവാഹമില്ല, നിക്കാഹ് എനിക്ക് ജമാലുദ്ദീനെ, നിക്കാഹ് ഇസ്ലാമിക വിവാഹമല്ല ബ്രോ, നിയമങ്ങൾ സെക്ഷൽ മാത്രം നോക്കിയാൽ കോണ്ടാക്ട്സ് മതി. അല്ലേ? അത് നിക്കാഹ് അത് നിക്കാഹ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിക്കാഹ് ചെയ്യാം. നിക്കാഹ് എന്ന് പറയും, വിവാഹം എന്ന് പറയുന്നത്. ജമാൽദീൻ ബ്രദറെ, നിക്കാഹ്. താങ്കൾ ഒരു കുട്ടിയെ നിക്കാഹ്. കൊച്ചിയിലെ തൊട്ടേ വളർത്തി, അവൻ പ്രായപൂർത്തിയായി 20 വയസ്സായപ്പോൾ അവനെ നിക്കാഹ് കഴിപ്പിച്ചു വിട്ടു. നിക്കാഹ് കഴിപ്പിച്ചു വിട്ടതിന് ശേഷം അവൻ്റെ വീട്ടിലേക്ക് താങ്കൾ പോകുമ്പോൾ അവൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവൻ്റെ ഭാര്യ തുണി മാറിക്കൊണ്ടിരിക്കുക. ഇത് പ്രവാചകന്റെ അവളോട് ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. പിന്നെ എന്തിനു ഞാനത് ഫോളോ ചെയ്യണം? നിങ്ങൾ പറയുന്ന ഏതൊരു വ്യക്തി ഏതൊരു കഥ അതിന്റെ പിന്നിൽ ഞാൻ പിടിച്ചു തൂങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ല, ഇത് ഇത് നിങ്ങൾ മുഹമ്മദിൽ ചെയ്യുമെന്ന് ഉത്തമ ചോദിച്ചാല് മാതൃക ഉണ്ടെന്ന് ഖുറാൻ ഞാനിപ്പോ പറയുന്നില്ലേ? നിങ്ങളോട് മറുപടി പറയാന മുഹമ്മദിൽ നിങ്ങൾ ഉത്തമ ഈ മാതൃക ഉണ്ട് എന്ന് ഖുറാൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് പറയുന്നില്ലേ? കുറച്ചും കൂടി നന്നാക്കണം കുറച്ചും കൂടി. നസ്രം ഒന്നും ബ്രദറെ, കൂടി 37 വിശ്വാസയോഗ്യമാക്കണം നിങ്ങളുടെ ഈ അലക്സാബ് തെറ്റിദ്ധരിപ്പിക്കല്. 37 വായിക്കട്ടെ. ആ ഒരു അഭിപ്രായം മാത്രം ഞാൻ അവിടെ വായിക്കൂ മുന്നോട്ട് ബ്രദറെ, അത് വെച്ചിട്ട് ഞാൻ വായിക്കൂ, പോകും. അത് വായിക്കൂ. ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് ഈ ആയത്ത് തെറ്റിദ്ധരിപ്പിക്കും. വായിച്ചിട്ട് കുറച്ചും കൂടി ക്ലിയർ മനസ്സിലാകും, ആയിട്ട് കാര്യങ്ങൾ ഇച്ചിരി കൂടെ ക്ലിയർ ആകും. സ്റ്റോറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ജമാലുദ്ദീനെ, സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ഞാൻ ആ ആയത്ത് മനുഷ്യന് വായിക്കട്ടെ. പിന്നെ അതായത് വിശ്വാസയോഗ്യമായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്ക് കേട്ടാ. അപ്പൊ ഖുറാനിലെ എന്നാ അപ്പൊ ആയത്ത് ഓക്കെ. വായിക്കട്ടെ. ജമാലുദ്ദീൻ പറയുന്നത് നിങ്ങളുടെ ഖുറാൻ സ്റ്റോറിയാണ്, കഥ മാത്രമാണെന്നാണ് ജമാലുദ്ദീൻ പറയുന്നത്. ഒരു മുസ്ലിം അല്ലാതെ അതിൽ എന്റെ ഖുർആനെ സത്യമൊന്നും ഇല്ല കുറിച്ച് അല്ലേ? ഒരു വ്യക്തമായിട്ട് എനിക്ക് മുസ്ലിം ബോധമുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഏകദൈവ പറയുന്നത്. ആ നിങ്ങൾ നിങ്ങളെ കൊണ്ടൊന്നും അത് പ്രൂവ് മുപ്പത്തിമൂന്നിലെ ചെയ്യാൻ വിഷമം കഴിയില്ല. എന്താണെന്ന് പറഞ്ഞു തരാമോ? എന്റെ വിഷമം ഇത്രേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് കഥയല്ലെങ്കിൽ അത് ആ ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളെ കൊണ്ട് മുപ്പത്തിമൂന്നിലെ 50 വിഷമം കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള പോവാമോ? വിഷമമാണ്. ജമാൽദീൻ ഒന്ന് ആ അടങ്ങിയിരിക്കൂ ജമാലുദ്ദീനെ, സഹോദര, മുപ്പത്തിമൂന്നിലെ ഒരു ഖുറാനിലെ മിനിറ്റ് ഞാൻ നിൽക്കൂ, ഇറങ്ങാണ്. ഒരു മിനിറ്റ് നിൽക്കൂ. ഈ ഖുറാനിലെ ആയത്ത് വായിച്ച് ആയത്ത് കേൾപ്പിക്കട്ടെ. വായിക്കട്ടെ. ന്യൂക്ലിയർ ബ്രദർ ഇപ്പോൾ ആയത്ത് വായിക്കും. ആയത്ത് വായിച്ച് ന്യൂക്ലിയർ. ദേ പോയി. എവിടെ പുള്ളി പോയ? താഴെയുണ്ടോ? താഴെയുണ്ട്. ജമാലുദ്ദീനെ, ഈ ആയത്തൊന്ന് വായിക്കട്ടെ കേട്ടോ. 33:37, അലക്സാബ് 33:37. നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തി പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞ സന്ദർഭം ഓർക്കുക. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹു ആകുന്നു. അങ്ങനെ സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയത്രേ. അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു. ഓക്കെ, ഡൺ. ഇദ്ദേഹം കുറച്ചു മുൻപേ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ ബിജു ബ്രദറെ? ഇദ്ദേഹം കുറച്ചു മുൻപേ പറഞ്ഞത് ഇവിടെ വരുന്ന മുസ്ലിങ്ങൾ ആരും തന്നെ പറഞ്ഞിട്ട് ഓടുന്നവരല്ല എന്ന് ഇദ്ദേഹം പറഞ്ഞായിരുന്നോ? ജമാലുദ്ദീൻ നസ്രീം ബ്രദറെ, ഒച്ച ഉണ്ടാക്കി നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നു ഇത് എന്നത് ഇത് മുഴുവൻ 100 തള്ളേണ്ടി പ്രാവശ്യം വരും. പറയാമെന്ന. അല്ല അല്ല, തള്ളി ബിജു ബ്രദർ അല്ല, തള്ളി ഇത് വിഷമിക്കണ്ട. മുഴുവൻ
ആൾറെഡി തള്ളിയല്ലോ. തബരിയെ ഈ- ഈ- പുള്ളിക്ക് വിശ്വാസമില്ല. ഇത് ഇപ്പൊ ഖുറാനിലെ ഈ ആയതൊന്നും അല്ല വിശ്വാസമല്ല, പുള്ളിയെ തള്ളിയല്ലോ. ഈ ആയത്തിൽ പറയുന്നത് ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ എന്ന് തന്നെയാണ്. അതെ 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 ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ വിവാഹം കഴിക്കുന്നതിനുള്ള തടസ്സം തന്നെയാണ്. അല്ലാതെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരായിരുന്ന എന്ന് പോലും പറയുന്നില്ല. അല്ല സൈദ അറബിക്കിലും അങ്ങനെ തന്നെയാ കേട്ടോ. അല്ല ബ്രദറെ, സൈദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ ആ ആവശ്യം എന്താണെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ട് പോകാൻ പറ പുള്ളിയെടുത്ത്. തലച്ചോറ് പണയം വെക്കുക എന്നുള്ളത് എന്താ പറയുക, ഇതിൽ കൂടുതലും ഒരു വ്യക്തിക്കും കാണിക്കാൻ പറ്റത്തില്ല. തലച്ചോറ് പണയം വെച്ച് അത് അള്ളാഹുവിൻ്റെയും മുഹമ്മദിൻ്റെയും അർഷിൻ്റെ കീഴിൽ, ഞാൻ കുണ്ടി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അള്ളാഹുവിൻ്റെയും മുഹമ്മദിൻ്റെയും അർഷിൻ്റെ കീഴിൽ, ആസനത്തിൻ്റെ കീഴിൽ വെക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് മുസ്ലിങ്ങളെ, അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സംഭവം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, ഞാൻ ഇനിയും ദത്തുപുത്രം മാറ്റിയിട്ട് ഞാൻ ഒരു സാധാരണ ഒരു പയ്യനെ വീട്ടിൽ കൊണ്ടുവന്ന് അവനെ വളർത്തി വലുതാക്കിയിട്ട് ആ വിഷയം സംസാരിച്ച് ചോദിച്ചപ്പോൾ പോലും പുള്ളിക്ക് ഉത്തരവില്ല. കാരണം ഒരു മുസ്ലിമിന് എന്ത് വൃത്തികേടും കാണിക്കാം.